സൂപ്പർ ലീഗ് കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ. പുതിയ കളിക്കാർക്ക് അവസരം ലഭിക്കും. വിദേശ കോച്ചുകൾക്കും കളിക്കാർക്കും ഒപ്പമുള്ള പരിശീലനം കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് പുതിയ അനുഭവമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സൂപ്പർ കേരളയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ISL പോലുള്ള വലിയ മത്സരങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. ഒരു പ്രിസൈസ് നമ്പർ പറയുകയാണെങ്കിൽ ഏകദേശം 45 കളിക്കാരാണ്, ഏകദേശം 400 കളിക്കാർ ISLൽ കളിക്കുന്നതിൽ കേരളത്തിൻ്റെ പാർട്ടിസിപ്പേഷനായിട്ടുള്ളത്. എങ്ങനെയാണ് അവരുടെ നമ്പർ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമുക്ക് ഈ ലീഗിലേക്ക് ISL പോലുള്ള ലീഗിലേക്ക് ഉള്ള കുട്ടികളെ റെഡിയാക്കുന്നതിനൊരു പൈപ്പ് ലൈൻ വേണം എന്നുള്ളൊരു ആശയം കേരള ഫുട്ബോൾ അസോസിയേഷനിൽ വരികയും അതിൻ്റെ ഭാഗമായിട്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഒരു ലീഗ് തുടങ്ങാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ലീഗ് സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രീമിയർ ലീഗുകളിലൊന്നായിട്ട് ആണ് വരുന്നത്. അപ്പോൾ സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുന്ന കുട്ടികൾക്ക് ഐ ലീഗും ISLലും പോലുള്ള മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല കളിക്കാരെ മറ്റു ടീമുകളിൽ നിന്നുള്ള ആൾക്കാർ സ്കൗട്ട് ചെയ്യുകയും അവർക്ക് കൂടിയ വരുമാനത്തിനുള്ളൊരു അവസരം ഉണ്ടാക്കുകയും ചെയ്യുകയാണ് സൂപ്പർ ലീഗ് കേരളയുടെ പ്രഥമമായ ഉദ്ദേശം. നമ്മളതിനെ 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, വിദേശ കളിക്കാർക്കൊരു നമ്മളൊരു 6 കളിക്കാരെ, വിദേശ കളിക്കാരെ നമ്മളൊരു ടീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീടൊരു 7 കളിക്കാരെ നമ്മൾ ഇന്ത്യൻ ടീമിന്, ഇന്ത്യയിലെ വലിയ ടീമുകൾക്ക് വേണ്ടി കളിക്കുന്ന കുട്ടികളെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് 20 വയസ്സിൽ താഴെയുള്ള കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഈ ഒരു മിക്സ് കൊണ്ടുവരുന്നത്, ഒന്ന് കളിയിലുള്ളൊരു എക്സ്പീരിയൻസ് കൂട്ടും, 2 ഇവർക്കൊരു ഇവരുടെ കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. കാരണം പുറമേ നിന്നുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരുമായിട്ട് ഒരു ഇൻട്രാക്ഷനും അവരുമായിട്ട് ജോയിൻ്റ് ആയിട്ടുള്ള കളിയെല്ലാം വന്നു കഴിയുമ്പോൾ നമ്മളുടെ കുട്ടികളുടെയും കോൺഫിഡൻസ് ലെവൽ കൂടും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ 6 ടീമുകളും അവരെടുത്തിരിക്കുന്ന ധൈര്യം എന്ന് പറയുന്നത് ചില്ലറയല്ല. അവർ ഏകദേശം 6 മുതൽ 10 കോടി രൂപ വരെയാണ് ഒരു ടീമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കളിക്കാർക്ക് ഈ ഇൻവെസ്റ്റേഴ്സിന് നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മോഡൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇൻട്രാക്ഷനിലൂടെയും ഇൻ്റർവെൻഷനിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഈ അടുത്ത കാലത്ത് ചാക്കോള ട്രോഫി എന്നുള്ള പേരിൽ 13 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള മത്സരങ്ങൾ, ആ മത്സരങ്ങളിൽ നിന്ന് നമ്മൾ സ്കൗട്ട് ചെയ്തിട്ടുള്ള നല്ല കളിക്കാർ, ഈ കളിക്കാരെ നമ്മളുടെ ഈ ടീമുകൾക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇതൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാനും സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുള്ളൊരു അവസരവും അതിൽ നിന്നുണ്ടാവും. സൂപ്പർ ലീഗ് കേരള എന്ന് മാത്രമല്ല, കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ തന്നെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾ കളിക്കളത്തിൽ ഇറങ്ങണം, ആരോഗ്യപരമായ ഇൻ്റർവെൻഷൻസ് ഉണ്ടാവണം. പിന്നെ ഇതൊരു ടീം സ്പോർട്ടാണ്. ടീം സ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൽ ജയവും പരാജയവും എല്ലാ ഇമോഷൻസും ഒരു 90 മിനിറ്റിൽ കുട്ടികളിലൂടെ കടന്നു പോകും. അപ്പോൾ അവർക്ക് ലൈഫിനെ ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യം. അങ്ങനെ നമുക്ക് കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് മുൻകാലങ്ങളിൽ സ്റ്റേറ്റ് റൺ ടീംസ് ഉണ്ടായിരുന്നു. കേരള പോലീസ്, KSEB, KSRTC, ടൈറ്റാനിയം, അങ്ങനെ സ്റ്റേറ്റ് റൺ ആയിട്ടുള്ള കുറേ ടീമുകളുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കുള്ള പ്രോബ്ലം ആ ടീമുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് അവസരം കുറയുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ കളിക്കാർക്ക് അവസരം കുറയുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ ആ കളിക്കാരെ അവരെ കോച്ചിങ് ലൈസൻസ് എടുപ്പിക്കുകയും അവർ വില്ലേജുകളിൽ കോച്ചിങ് ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്യുകയും അത് അവർക്കൊരു വരുമാന മാർഗമായിട്ട് മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ D ലൈസൻസ്, C ലൈസൻസ് പോലുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
കൂടുതൽ കോച്ചസ് കേരളത്തിൽ വരികയും ആ കോച്ചസിൻ്റെ വളർത്തിയെടുക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ സൂപ്പർ ലീഗ് പോലെയുള്ള ടീമുകളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള കൂട്ടർ. അതാണ് നമ്മുടെ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യം.